ഇന്ത്യൻ റെയിൽവേയെക്കുറിച്ച് കുറച്ച് ഫാക്ട്സ് നോക്കാം. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് ഡൽഹൌസി പ്രഭുവാണ്. ആരംഭിച്ച വർഷം 1853 ഏപ്രിൽ 16 ആദ്യ സർവീസ് നടത്തിയത് ബോംബെ മുതൽ താനെ വരെ. ദക്ഷിണേന്ത്യയിലെ ആദ്യ റെയിൽവേ ആരംഭിച്ചത് 1886 ജൂലൈ 1 റോയംപുരം മുതൽ വലജ റോഡ് വരെ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, കേരളത്തിൽ റെയിൽവേ ആരംഭിച്ചത് 1861 മാർച്ച് 12 ബേപ്പൂർ മുതൽ തിരൂർ വരെ. തിരുവിതാംകൂറിൽ റെയിൽവേ ആരംഭിച്ചത് 1904 പുനലൂർ മുതൽ ചെങ്കോട്ട വരെ കൊല്ലം ജില്ലയിൽ. ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ചത് 1951. ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം ലൈഫ് ലൈൻ ഓഫ് നേഷൻ, രാഷ്ട്രത്തിൻ്റെ ജീവരേഖ എന്നാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യചിഹ്നം ഭോലു എന്ന ആനക്കുട്ടിയാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം ബറോഡ ഹൗസ്, ന്യൂഡൽഹി. മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ചാണക്യപുരി, ന്യൂഡൽഹിയിലാണ്. റെയിൽവേ ശൃംഖലയിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം 4-ാമതാണ്. 1-ാം സ്ഥാനം അമേരിക്കയ്ക്കും, 2-ാം സ്ഥാനം ചൈന, 3-ാം സ്ഥാനം റഷ്യയ്ക്കാണ്, 4-ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. ഇപ്പോഴും സർവീസ് നടത്തുന്നതിൽ ഏറ്റവും പഴയ ട്രെയിന് ഫെയറി ക്വീനാണ്. അപ്പോൾ ഇന്ത്യയിൽ സർവീസ് നടത്തുന്നതിൽ ഏറ്റവും പഴയ ട്രെയിൻ ഫെയറി ക്വീൻ. 14th ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഡെക്കാൻ ക്വീനാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരത്തിൽ സർവീസ് നടത്തുന്ന ട്രെയിനാണ് വിവേക് എക്സ്പ്രസ്. കന്യാകുമാരി മുതൽ ദിബ്രുഘട്ട് വരെയാണ്. ദിബ്രുഘട്ട് ആസാമിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് ട്രെയിനാണ് തേജസ്. ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ ട്രെയിന് വന്ദേ ഭാരതാണ്. വന്ദേ ഭാരതിനെ കുറിച്ച് കുറച്ച് ഫാക്ട്സ് നോക്കാം. വന്ദേ ഭാരതിൻ്റെ പഴയ പേര് ട്രെയിൻ 18 എന്നാണ്. വന്ദേ ഭാരത് നിർമ്മിക്കുന്നത് ഇൻ്റഗ്രേറ്റഡ് കോച്ച് ഫാക്ടറി പേരാമ്പൂറാണ്. പേരാമ്പൂർ തമിഴ്നാടാണ്. എഞ്ചിനില്ലാത്ത ആദ്യ ട്രെയിനാണ് ട്രെയിൻ 18. കേരളത്തിൽ വന്ദേ ഭാരത് ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി 2023 ഏപ്രിൽ 25. ഇന്ത്യയിലെ ഏറ്റവും വേഗത കുറഞ്ഞ ട്രെയിനാണ് നീലഗിരി മൗണ്ടെയിൻ എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യ മെട്രോ കൊൽക്കത്തയിലാണ്. കേരളത്തിലെ ആദ്യ മെട്രോ കൊച്ചി. അതുപോലെ ദക്ഷിണേന്ത്യയിലെ ആദ്യ മെട്രോ ബാംഗ്ലൂരാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യകാല നാമം ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുലാർ റെയിൽവേ എന്നായിരുന്നു. ഗ്രാമീണ മേഖലകളിൽ ചികിത്സാ സഹായം എത്തിക്കുന്നതിനായുള്ള ട്രെയിൻ സർവീസ് അറിയപ്പെടുന്നത് ലൈഫ് ലൈൻ എക്സ്പ്രസ് എന്നാണ്. അപ്പോൾ ഗ്രാമീണ മേഖലകളിൽ ചികിത്സാ സഹായം എത്തിക്കുന്നതിനുള്ള ട്രെയിൻ സർവീസാണ് ലൈഫ് ലൈൻ എക്സ്പ്രസ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോമാണ് ഹൂബ്ലി, കർണാടക. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ 2-ാമത്തെ റെയിൽവേ പ്ലാറ്റ്ഫോം ഖൊരഗ്പൂറാണ്, യു-പിയിൽ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം കൊല്ലം. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഖും. ഖും സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ്. കേരളത്തിലെ റെയിൽവേ ഡിവിഷനുകളുടെ എണ്ണം 2 തിരുവനന്തപുരം, പാലക്കാട്. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന റെയിൽവേ ഡിവിഷൻ പാലക്കാടാണ്. കേരളത്തിൽ ഏറ്റവും പഴക്കം ചെന്നതിൽ വലിയ റെയിൽവേ ഡിവിഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. റെയിൽവേ ലൈൻ ഇല്ലാത്ത ജില്ലകൾ 2 വയനാടും ഇടുക്കിയും. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂറാണ്, പാലക്കാട്. ഒരേ ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള കേരളത്തിലെ ജില്ല പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ തിരുവല്ലയാണ് സ്റ്റേഷൻ. സുവർണ ചതുഷ്കോണത്തിൻ്റെ മാതൃകയിൽ ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതിയാണ് വജ്ര ചതുഷ്കോണം.